കോഴിക്കോട് നാദാപുരത്തെ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. +1 വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ ദൃശ്യങ്ങൾ കൂടി വന്നതോടെ എന്താണ് വ്യക്തമാകുന്നത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പേരോട് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്നൊരു പരാതി പോലീസിൽ ലഭിക്കുന്നത്. ഈ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ സ്കൂളിലെ പല സമയങ്ങളിലും ഇത്തരത്തിൽ റാഗിങ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ വിദ്യാർത്ഥി പരാതിയിൽ തന്നെ പറയുന്നത്. അങ്ങനെ പരാതി പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് ഈ +1 വിദ്യാർത്ഥി ഹോട്ടലിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ +2 വിദ്യാർത്ഥികളൊക്കെ ആ പരിസരത്തേക്ക് എത്തുകയും ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റാഗ് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ചും ഈ റാഗിങ് നടന്നിരുന്നു. ഈ +1 വിദ്യാർത്ഥി ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല, ഷേവ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു +2 വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവിക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട്, മുഖത്ത് മർദ്ദിച്ചിട്ടുണ്ട്, കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ഇടിച്ചു എന്നൊക്കെ പരാതിയിൽ ഈ +1 വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോമ്പൗണ്ടിന് പുറത്തു നിന്ന് ഒരു ഹോട്ടലിന് മുൻവശത്ത് നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിയെ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ മർദ്ദിച്ചത് ഈ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവരൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് അവിടേക്ക് സമർപ്പിക്കും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി അനഘ.